എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈസി ആയിട്ടുള്ള ഒരു 2 ചട്നി, ചുവപ്പ് ചട്നിയും പച്ച ചട്നിയും നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിതിന് മുന്നേ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും പിന്നെ ഇഡ്ഡലി റവ ഉപയോഗിച്ചിട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്കായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി അരിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി അരി 1.5 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉഴുന്ന് 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചരി എത്ര എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിലാണ് ഉഴുന്നെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 4-5 വട്ടമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തോളാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒപ്പം തന്നെ ഒരു സാധനം കൂടി ചേർക്കണം. ചവ്വരിയാണ്. 1/4 കപ്പ് ചവ്വരി ഇതിലേക്ക് ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വേറൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇത് കാരണം ഇതൊരു 1-2 വട്ടമൊക്കെ കഴുകിയാൽ മതിയാവും. അത് കാരണമാണ് നമ്മൾ അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് കഴുകാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്ന് എടുത്തിട്ട് 1/4 കപ്പ് എടുത്തിട്ട് ഒരു വട്ടമോ 2 വട്ടമോ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയാവും. ഇത് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ കുതിർക്കാം. ഞാൻ എപ്പോഴും രാവിലെ തന്നെ ഒരു 10 മണിക്ക് ആകുമ്പോൾ കുതിർക്കാനായിട്ട് വെക്കാറുണ്ട്. അതുപോലെ കുതിർക്കാനായിട്ട് വെക്കാം. നല്ല വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഈ നല്ല വെള്ളത്തോണ്ട് തന്നെയാണ് നമ്മൾ മാവ് അരയ്ക്കാനായിട്ട് എടുക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലോണം കഴുകിയിട്ട് ഇതിൽ നല്ല വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് അരയ്ക്കുമ്പോൾ ചേർക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് വരുമ്പോൾ അതിൽ ആദ്യത്തെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ആരും. അപ്പോൾ അതപ്പോൾ രാത്രി 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 7 മണിക്കാണ് ഇത് അരയ്ക്കാനെടുത്തത്. നല്ലോണം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള കാരണം നമുക്കിത് ഒറ്റ ട്രിപ്പിൽ കൊള്ളില്ല. 2 ട്രിപ്പായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മിക്സിൻ്റെ നമുക്കൊരു പകുതി ഭാഗം ആദ്യം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, വേവിച്ച ചോറാണ് കേട്ടോ. ഞാൻ ഇവിടെ പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മട്ടരി വെള്ളരി ഏതാ വെച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറ് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലിനെ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് 1/2 കപ്പ് അളവിൽ തന്നെ അവൽ കേട്ടോ, നൈസ് അവൽ, വെളുത്ത അവലാണ് ഇവിടെ ഞാൻ എടുത്തേക്കണത്. അത് ചേർക്കേണ്ട തൊട്ട് മുന്നേ 2 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്നങ്ങോട്ട് വരും. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ആ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലതായിരിക്കും അത് ഫെർമെൻറ്റ് ചെയ്യാനൊക്കെ. അത് ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് നൈസാക്കി അരക്കണമെന്നില്ല, ഇത്തിരി തരിപ്പായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം. ഇനി ഇത് മാവ് നമ്മൾ വീർക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും അരച്ചെടുക്കാം. അടുത്ത ട്രിപ്പിൽ നമ്മൾ അവലും ഒന്നും ചേർക്കണില്ല കേട്ടോ, ചോറൊന്നും. അതൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലും അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം കൊണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ആ അവലും ചോറൊക്കെ ഒറ്റ ട്രിപ്പിലാണല്ലോ നമ്മൾ അരച്ചത്. അതൊക്കെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കണതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഉപ്പ് ചേർക്കണുള്ളൂ. കൈകൊണ്ട് ഇതുപോലെ ആദ്യം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ നല്ല സ്പീഡിൽ ഇങ്ങനെ ഒന്ന് അടിച്ചടിച്ച് ഒരു 2 മിനിറ്റോളം ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കൈകൊണ്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇത് മാവ് പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 12 മണിക്കൂറെങ്കിലും ഇങ്ങനെ മൂടി വയ്ക്കാം കേട്ടോ. ഞാനത് പിറ്റേ ദിവസം 7 മണിക്കാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ചട്നി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചുവപ്പ് ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സി ജാറെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയിൽ അത് 1 ഇത് നല്ല വലിയ സൈസ് ഉള്ളിയാണ് കേട്ടോ, അതൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, പുളിക്കനുസരിച്ചിട്ട് തൈര് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് ലൂസാക്കിയിട്ടുള്ള ചട്നിയും ആക്കാം. അതെങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് കാച്ചിട്ടാൽ മതിയാവും. കാച്ചിടുന്നത് രണ്ടിലേക്കും ഒരേപോലെ തന്നെ കേട്ടോ. ചാറാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ കാച്ചുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കതിരി വേപ്പിലയും 1 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വറ്റൽമുളക് ഇതെല്ലാം നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുത്തിപ്പൊടിച്ച മുളക് പൊടിയില്ലേ, നല്ല എരിവുള്ള മുളകിൻ്റെ കുത്തിപ്പൊടിച്ച മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ അത് ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയും. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാച്ചിയെടുക്കുക വേണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് താളിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ലൂസായിട്ടുള്ള ചട്നി ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാച്ചിയിലേക്ക് നിങ്ങളിതാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒറ്റ തിള വരുന്ന തിളപ്പിച്ചാൽ മതിയാവും. വല്ലാണ്ട് തിളപ്പിക്കരുത്. നമുക്ക് ചട്നി അങ്ങനെയാണല്ലോ, വല്ലാണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. ഒരു തിള വന്നാൽ റെഡി. ഇനി നമുക്ക് പച്ച ചമ്മന്തി ഉണ്ടാക്കാം. അതിന് ഒരു വലിയ കൈപ്പിടി കൊത്തമല്ലിയാണ് കേട്ടോ. കൊത്തമല്ലി മെയിനായിട്ട് എടുക്കുക. അത് അരിഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒപ്പം 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഇതുപോലെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം 1 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് നാളികേരം. ഇതിൽ നാളികേരം വളരെ കുറവ് മതിയിട്ടാ. പിന്നെ പുളിക്കായിട്ട് നമ്മളിതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചെടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അരയ്ക്കാനായിട്ട്. കാരണം നമ്മളിതിൽ തിളപ്പിക്കണില്ല, വേറെ കാച്ചണമൊന്നുമില്ല, അതുകൊണ്ടാണ് അങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പച്ച ചമ്മന്തിയിലേക്ക്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് നോക്കാം കേട്ടോ. അപ്പോൾ 12 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇതേ നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ടെക്സ്ചർ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സ്പൂൺ കൊണ്ട് തൊടുന്നുണ്ട് എന്ന് അറിയുന്നേ ഇല്ല. അതുപോലെ നല്ല തൂവൽ സ്പർശം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ സമയത്താണ് ചേർക്കേണ്ടത്. ലേശം ഉപ്പ് മതി. ഇഡ്ഡലിക്ക് എപ്പോഴും നമ്മൾ അങ്ങനെ ഉപ്പ് പാകത്തിനൊന്നും ഇട്ട് കൊടുക്കേണ്ട. ഒരു ലേശം കുറവായിട്ട് നിൽക്കുന്നതാണ് ഇഡ്ഡലിക്ക് ടേസ്റ്റായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ. ഇഡ്ഡലി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് കോരി ഒഴിക്കാം ഇഡ്ഡലി തട്ടിലേക്ക്. നമുക്ക് തട്ടിഡ്ഡലിയുടെ തട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കോരി ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഇത് തട്ടിഡ്ഡലിക്കും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മാവെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ വെക്കാം. സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാൻ തിളപ്പിക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് സാധാരണ പോലെ തന്നെ ഒരു 10 മിനിറ്റ് 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതേ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. 15 മിനിറ്റ് ഞാനിവിടെ വേവിക്കാറ് സാധാരണ കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് വിടിച്ചെടുക്കാം. ഞാനത് പൊട്ടിച്ചൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടാൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ചൂടാറിയിട്ടൊന്ന് പൊട്ടിച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.